ഫ്രണ്ട്സ് എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രീകാന്തിനെയും വർഷയെയും അനുഗ്രഹിച്ചിട്ട് നിൽക്കുകയാണ് രവിയും ചന്ദ്രയും എല്ലാവരും തന്നെ. അതിനുശേഷം രവി മൂന്ന് മരുമക്കളെയും ചേർത്ത് നോക്കിയിട്ട് പറയുന്നുണ്ട്, നിങ്ങളാണ് ഇനി വീട് നോക്കേണ്ടത്. ഞങ്ങൾക്ക് മൂന്ന് ആൺമക്കളായ സമയത്ത് പെൺമക്കൾ പിന്നീട് വരുമല്ലോ എന്നുള്ളൊരു ഒരു സന്തോഷത്തിലായിരുന്നു ഞങ്ങൾ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഞങ്ങൾ വളരെയധികം സന്തോഷത്തിലാണ്. നിങ്ങളുടെ കയ്യിലാണ് ഇനി കുടുംബം ഇരിക്കുന്നതെന്നൊക്കെ രവി പറയുന്ന സമയത്ത് രേവതി പറയുന്നുണ്ട്, അച്ഛനൊന്നുകൊണ്ടും പേടിക്കണ്ട, ഞങ്ങൾ മൂന്ന് മരുമക്കളും സ്നേഹത്തോടുകൂടി തന്നെ ജീവിക്കുമെന്ന് പറയുകയാണ്. ശ്രുതിയാണെങ്കിലും പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഇതുപോലൊരു കൂട്ടുകുടുംബത്തിലേക്ക് വരണമെന്നത്. ആ ഒരു ആഗ്രഹം എനിക്ക് സാധിച്ചു. ഞാനതിൽ വളരെയധികം ഹാപ്പിയാണെന്ന് പറയുന്നുണ്ട്. പിന്നീട് രവി വർഷയോടായിട്ട് ചോദിക്കുന്നുണ്ട്, മോളെ വർഷയെ നിനക്കൊന്നും പറയാനില്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും, ഐ ആം ഓൾവേസ് ഹാപ്പി അങ്കിൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട എന്നൊക്കെ പറയാം. പിന്നീട് രവി കുടുംബത്തെക്കുറിച്ചും കുടുംബ ബന്ധത്തിലുണ്ടാകുന്ന സ്നേഹത്തെക്കുറിച്ചുമൊക്കെ കുറച്ച് ഇമോഷണലായിട്ട് സംസാരിക്കുന്ന സമയത്ത് വർഷ വേഗം ചെന്ന് രവിയെ കെട്ടിപ്പിടിക്കാണ്ട്. ഈ ഒരു കാഴ്ച ശ്രീകാന്തും ശ്രുതിയും സച്ചിയും അടക്കം എല്ലാവരും ഒരു അതിശയത്തോടുകൂടി തന്നെയാണ് കാണുന്നത്. അതിനുശേഷം രവിയോടായിട്ട് വർഷ പറയുന്നുണ്ട്, എനിക്ക് അങ്കിളിൻ്റെ സംസാരം കേട്ടപ്പോഴേ കണ്ണ് നിറഞ്ഞു. മാത്രമല്ല എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ പോലും എന്നോട് ഇങ്ങനെ സംസാരിച്ചിട്ടില്ല. അങ്കിളിൻ്റെ സംസാരം ഭയങ്കര ഹെയർ ടച്ചിങ് ആയിരുന്നു എന്നൊക്കെ വർഷ ഒരു ഇമോഷണൽ ആയിട്ടുള്ള രീതിയിൽ സംസാരിക്കുകയാണ്. അതിനുശേഷം രവി വർഷയോട് പറയുന്നുണ്ട്, മോളെ വർഷയെ ഈ ഒരു സ്നേഹം എന്നേക്കും നിലനിൽക്കണം, നിങ്ങൾ നല്ല രീതിയിൽ തന്നെ ജീവിച്ച് കാണിക്കണം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും വർഷ വേഗം തന്നെ ശ്രീകാന്തിന്, അപ്പോൾ രവി പറയുന്നല്ല, വർഷ നല്ല രീതിയിൽ തന്നെയാണ് കേട്ടോ കാണുന്നത്. എന്നിട്ട് ശ്രീകാന്തിനോട്ട് പറയുന്നുണ്ട്, ശ്രീകാന്ത് വാ സമയമായി എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്തിൻ്റെ കൈ പിടിച്ച് റൂമിലേക്ക് വലിച്ചുകൊണ്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കാഴ്ച കാണുമ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രയും ശ്രുതിയും ആകെ നാണം കെട്ടേക്കാണ്. കാരണം ഇവർ ചിന്തിച്ചിരുന്നത് വർഷയുടെ കയ്യിൽ പാലൊക്കെ കൊടുത്ത് കുറച്ച് നാണത്തോടു കൂടി തന്നെ വർഷയെ റൂമിലേക്ക് വിടണമെന്നൊക്കെയായിരുന്നു. പക്ഷെ അതെല്ലാം വെറുതെ ആവുകയാണ്. ശ്രീകാന്തിനെ കൂട്ടിക്കൊണ്ട് വർഷ അവിടെ നിന്ന് പോവാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് സച്ചിയാണ് കേട്ടോ. സച്ചി ആകെ അസ്വസ്ഥനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സമയത്താണ് രേവതി അങ്ങോട്ടേക്ക് വരുന്നത്. എന്നിട്ട് രേവതി ചോദിക്കുന്നുണ്ട്, ഇന്നെന്ത് പറ്റി, നിങ്ങൾക്ക് ഉറക്കമൊന്നുമില്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് എന്താണെന്ന് ചോദിക്കുമ്പോൾ, എങ്ങനെ ഉറങ്ങാൻ സാധിക്കും, ആ പെണ്ണ് അച്ഛനോട് പറഞ്ഞത് കേട്ടില്ലേ, അതുമാത്രമോ അത്രയും ആൾക്കാർ മുമ്പിൽ വെച്ച് ആ പെണ്ണ് അച്ഛനോട് പെരുമാറിയത് എങ്ങനെയാണെന്ന് കണ്ടില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും രേവതി ചോദിക്കുന്നുണ്ട്, അതിലെന്താ തെറ്റ്, അവളുടെ അച്ഛനോട് പെരുമാറുന്ന രീതിക്കാണ് നമ്മുടെ അച്ഛനോട് പെരുമാറിയത്, അതിൽ വലിയ തെറ്റൊന്നും ഞാൻ കാണുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്കും സച്ചി പറയുന്നുണ്ട്, അല്ലെങ്കിൽ നിനക്ക് എന്താ തെറ്റ് കാണുന്നത്, ഞാൻ ചെയ്യണം തെറ്റ് കണ്ടുപിടിക്കും, ബാക്കി എല്ലാവരും നീ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും. ബാക്കി എല്ലാ ഭാര്യമാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭർത്താക്കന്മാരാണ് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുക. ഞാൻ നല്ല കാര്യം ചെയ്താലും എന്നെ ഒറ്റപ്പെടുത്തി നീ സംസാരിക്കുകയുള്ളൂ. ഇന്ന് കണ്ടില്ലേ ശ്രീകാന്ത് ശ്രുതിയും തന്നെ എന്നെ കുറ്റപ്പെടുത്തി സംസാരിച്ചു, ഞാൻ കാരണമാണ് അച്ഛൻ ഹോസ്പിറ്റലായത് എന്നൊക്കെ പറഞ്ഞു. നീയും ഇത് അങ്ങനെ തന്നെയാണ് പറയാൻ വന്നിരിക്കുന്ന രേവതി എന്ന് ചോദിക്കുമ്പോഴത്തേക്കും രേവതി മൗനമായി തന്നെ നിൽക്കുകയാണ് കേട്ടോ. അന്നേരം സച്ചി പറയാണ്, എനിക്കറിയാം നീയും അത് തന്നെ പറയുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കും, അവർ പറഞ്ഞത് പൂർണ്ണമായും തള്ളിക്കളയാൻ പറ്റുമോ സച്ചിയേട്ടാ, സച്ചിയുടെ ദേഷ്യമാണ് എല്ലാത്തിനും കാരണം. അന്ന് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ലെങ്കിലും ഇവിടെ നിന്ന് സംഭവങ്ങളെല്ലാം ഞാൻ അറിഞ്ഞിരുന്നു. അന്ന് സച്ചിയേട്ടൻ വെള്ളമടിച്ച് വന്നില്ലായിരുന്നെങ്കിൽ ഇത്ര അധികം പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരുന്നു. അങ്ങനെ സച്ചിയേട്ടൻ ആരോടെങ്കിലും ദേഷ്യപ്പെടുമായിരുന്നു. ആ ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ടല്ലേ അച്ഛൻ ഹോസ്പിറ്റലായത് എന്നൊക്കെ രേവതി പറയുമ്പോഴത്തേക്കും സച്ചി പറയുന്നുണ്ട്, നീയും ഇങ്ങനെ തന്നെ പറയുകയാണ് രേവതി എന്ന് പറയുമ്പോഴത്തേക്കും, ഞാൻ പറയുന്ന രീതിക്ക് മനസ്സിലാക്കുക സച്ചിയേട്ടാ, ഒരിക്കലും സച്ചിയേട്ടനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതല്ല. സച്ചിയേട്ടൻ നല്ലൊരു മനുഷ്യനാണ്. സച്ചിയേട്ടൻ എത്രത്തോളം അച്ഛനോട് സ്നേഹം ഉണ്ടെന്ന് എനിക്കറിയാം. പിന്നെ സ്നേഹം പ്രകടിപ്പിക്കേണ്ട രീതി ഇതല്ല എന്ന് മാത്രം എന്നൊക്കെ രേവതി പറയുമ്പോഴത്തേക്കും, സച്ചി എപ്പോഴും ഇങ്ങനെ തന്നെയായിരിക്കും, ഇനി മാറാനൊന്നും നിൽക്കുന്നില്ല എന്ന് സച്ചി പറയുന്നുണ്ട്. രേവതി അങ്ങനെ പറയുന്നുണ്ട്, സച്ചിയേട്ടൻ പൂർണ്ണമായും മാറണമെന്നല്ല ഞാൻ പറഞ്ഞത്, സച്ചിയേട്ടനെ കുറ്റപ്പെടുത്തി സംസാരിച്ചതല്ല. പിന്നെ സച്ചിയേട്ടൻ്റെ വെള്ളാടിയാണ് എല്ലാത്തിനും കാരണം എന്നൊക്കെ ഒരു ചെറിയൊരു ഉപദേശം എന്ന രീതിയിൽ സംസാരിച്ചതിന് ശേഷം രേവതി അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. സച്ചിയാണെങ്കിൽ ഉറങ്ങാനുള്ള മൂടും പോയി എന്നും പറഞ്ഞുകൊണ്ട് പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണേ. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ശ്രീകാന്തിനെ വർഷയുമാണ്. റൂമിൽ ചെന്നിരുന്നതിന് ശേഷം ശ്രീകാന്ത് പറയുന്നുണ്ട്, ഇതേ രീതിയിൽ ഇങ്ങനെ നല്ല കാര്യങ്ങൾ സംഭവിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര സന്തോഷമായിട്ട് സംസാരിക്കുകയാണ്. അതിനുശേഷം വർഷയോടായിട്ട് പറയുന്നുണ്ട്, മറ്റുള്ളവരോട് പെരുമാറുന്ന രീതിയിൽ നിനക്ക് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തണം വർഷ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും, ഇതെന്താ ബെഡ്റൂമോ അതോ ക്ലാസ് റൂമോ, വന്നപ്പോൾ തൊട്ട് നീ ഉപദേശം തുടങ്ങിയതാണല്ലോ എന്നൊക്കെ ഒരു തമാശ രൂപേണയാണ് വർഷ സംസാരിക്കുന്നത്. ഈ സമയത്ത് ശ്രീകാന്ത് പറയുന്നുണ്ട്, അല്ല വർഷ, നീ മാറണമെന്നല്ല ഞാൻ പറഞ്ഞത്, നിന്റെ പെരുമാറ്റത്തിൽ കുറച്ചുകൂടി മാറ്റം വരുത്തണമെന്ന് ഞാൻ പറഞ്ഞോളൂ. ഇന്ന് തന്നെ അച്ഛനെ എല്ലാവരും കാണുകയും ഒന്ന് നീ ഹഗ് ചെയ്തില്ലേ, അവരെന്തായിരിക്കും വിചാരിച്ചിരിക്കുക എന്ന് ചോദിക്കുമ്പോഴത്തേക്കും, അതിനെന്താ, ഞാൻ എൻ്റെ അച്ഛനെ ഹഗ് ചെയ്യുന്ന പോലെയാണ് അങ്കിളിനെ ഹഗ് ചെയ്തത്, അതിനിവിടെ ആരും ഒന്നും വിചാരിക്കേണ്ട കാര്യമില്ല. വർഷ വളരെ കൂളായിട്ട് പറയാണ് കേട്ടോ. ശ്രീകാന്ത് പറയുകയാണ്, അത് ഓക്കെ, നിങ്ങളുടെ സച്ചേട്ടൻ അതേ രീതിക്കല്ലേ പെരുമാറുന്നത്, പിന്നെ ഞാനായിട്ട് ഇതിന് മാറ്റം വരുത്തണം എന്ന് ചോദിക്കുമ്പോഴത്തേക്കും, സച്ചിയേട്ടൻ പണ്ട് മുതലേ അങ്ങനെയാണ് വർഷ, പക്ഷെ നീ അങ്ങനെയല്ല, നമ്മൾ നല്ല രീതിയിൽ ജീവിച്ച് കാണിച്ചാൽ മാത്രമല്ലേ എല്ലാവർക്കും നല്ല മതിപ്പ് കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് ഒരുവിധമൊക്കെ നമ്മുടെ വർഷേനെ പറഞ്ഞ് മനസ്സിലാക്കിയാണ്. അതിനുശേഷം വർഷ പറയുന്നുണ്ട്, എന്തായാലും ഇന്നൊരു സ്പെഷ്യൽ ഡേ എന്നല്ലേ പറഞ്ഞത്, നീ ഇവിടെ ഇരിക്കുകയെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്തിനെ ചേർത്ത് ഇരുത്തുന്ന സമയത്താണ് രേവതി പാലുമായിട്ട് അങ്ങോട്ടേക്ക് വന്ന് ഡോറിൽ മുട്ടുന്നത് കേട്ടോ.
വേഗം തന്നെ വർഷ പറയുന്നുണ്ട് കയറിപ്പോലെ ചേച്ചി എന്ന് പറയുമ്പോഴത്തേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട് പക്ഷേ നീ എന്താണ് ഈ പറയുന്നത് എന്നും പറഞ്ഞുകൊണ്ട് വർഷയുടെ കൈ പിടിച്ചിട്ട് ചെന്ന് ഡോറ് തുറന്നു കൊടുക്കുകയാണ്. രേവതി വർഷയുടെ കയ്യിലേക്ക് പാല് കൊടുക്കുന്ന നേരത്ത് വർഷ പറയുന്നുണ്ട് വേണ്ട ചേച്ചി ഞാൻ വയറ് നിറച്ചും ഭക്ഷണം കഴിച്ചതാ, ഈ പാലൊന്നും കുടിക്കാനുള്ള സ്ഥലം എനിക്കില്ല, ശ്രീകാന്ത് നിനക്ക് വേണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ശ്രീകാന്ത് വർഷയെ നോക്കുകയാണ്. ഈ സമയത്ത് രേവതി പറയുന്നുണ്ട് ഇതും രാവിലെ നടന്ന ചടങ്ങില്ലേ, അതേപോലെ തന്നെ ഒരു ആചാരത്തിന്റെ ഭാഗമായിട്ട് കൂട്ടിയാൽ മതി എന്ന് പറയുമ്പോഴത്തേക്കും വർഷ പറയുന്നുണ്ട് ആ ചില സ്ത്രീകൾ ഞാൻ ഡബ് ചെയ്യുന്നിടത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്, എന്തായാലും ചേച്ചി കൊണ്ടുവന്നല്ലേ ഇങ്ങ് തന്നേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് വർഷ പാലും മേടിച്ച് കുടിക്കുകയാണ്. അതിനുശേഷം രേവതി നിങ്ങൾ സ്നേഹിച്ച് കല്യാണം കഴിച്ചുകൊണ്ട് തന്നെ ഇപ്പൊ കയറി കുറച്ച് അകൽച്ചയെ കാണിക്കുന്നുണ്ട്, അത് കാര്യമാക്കണ്ട, നിങ്ങൾ നല്ല രീതിയിൽ തന്നെ ജീവിച്ച് കാണിച്ചാൽ ഈ സച്ചയായിട്ട് നടക്കും, എല്ലാവരും തന്നെ നിങ്ങൾ അംഗീകരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതിയുടെ അതേ കുറച്ച് ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ വർഷയ്ക്ക് കൊടുക്കുകയാണ്. ഈ സമയത്ത് വർഷ ചോദിക്കുന്നുണ്ട് ചേച്ചി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സ്പീച്ചിന് ചേർന്നിട്ടുണ്ടോ, നല്ല രീതിയിൽ തന്നെ സംസാരിക്കുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ശ്രീകാന്ത് പറയുന്നുണ്ട് പക്ഷേ നീ മിണ്ടാതിരിക്കുക എന്ന് പറയാം കേട്ടോ തന്നെ വർഷ പറയുന്നുണ്ട് അല്ല ശ്രീകാന്ത് ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നത്, ആരോട് എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് എന്ന് പറഞ്ഞിട്ട് വർഷ അവിടുന്ന് പോവാണ്. അപ്പോൾ തന്നെ ശ്രീകാന്ത് രേവതിയായിട്ട് പറയുന്നുണ്ട് ചേച്ചി അവൾ പറഞ്ഞുകൊണ്ട് ചേച്ചി ഒന്നും വിചാരിക്കരുത്, അവളുടെ നേച്ചർ അങ്ങനെയാണ്, എന്തുണ്ടെങ്കിലും തുറന്ന് പറയുന്നൊക്കെ ശ്രീകാന്ത് പറയുന്നുണ്ട്. ഈ സമയത്ത് രേവതി പറയുന്നുണ്ട് എനിക്കറിയാം ശ്രീകാന്ത് അവൾ കുറച്ച് പിടിവാശിയുള്ള കൂട്ടത്തിൽപ്പെട്ടതാണെന്ന്, രണ്ടുപേരും അഡ്ജസ്റ്റ് ചെയ്താൽ മാത്രമേ കുടുംബ ബന്ധം നന്നായി പോവുകയുള്ളൂ, നീ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി അവിടുന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് രവിയെയും ചന്ദ്രയാണ് കേട്ടോ. രവിക്ക് വേണ്ടിയിട്ട് കയ്യിൽ ഒരു ഗ്ലാസ് പാലുമായിട്ട് വരികയാണ് ചന്ദ്ര. ഇത് കാണുന്ന സമയത്ത് രവി ചോദിക്കുന്നുണ്ട് ഇന്നെന്താ പാല് വയ്ക്കായിട്ടെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ശ്രീകാന്തിന് വർഷയ്ക്കും വേണ്ടിയിട്ട് നട്ട്സൊക്കെ കലക്കി വെച്ചിരുന്ന പാലെടുത്ത് സച്ചി കുടിച്ചു, അതുകൊണ്ട് തന്നെ പിന്നീട് അവർക്ക് പാല് കൊടുത്തതിൽ കുറച്ചധികം തേനൊക്കെ ഇട്ടിട്ടാണ് കൊടുത്തിരിക്കുന്നത്, അതിൽ ബാക്കി വന്ന പാല് നിങ്ങൾക്ക് ഞാൻ എടുത്തുകൊണ്ട് വന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇന്നെന്താ ചന്ദ്ര ഇത്രയധികം സ്നേഹം, എന്തെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കാനുണ്ടോ, ഉണ്ടെങ്കിൽ പറഞ്ഞു എന്ന് പറയുമ്പോഴത്തേക്കും അങ്ങനെയൊന്നുമില്ല രവിയേട്ട, നിങ്ങളെന്ന് വെച്ചാൽ എനിക്ക് ജീവനാണ്, നിങ്ങളില്ലെങ്കിൽ ഞാനില്ല എന്നൊക്കെ ചന്ദ്ര കുറച്ച് ഇമോഷണലായിട്ട് സംസാരിക്കാം കേട്ടോ. ഈ സമയത്ത് രവി പറയുന്നുണ്ട് നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ നമ്മൾ 3 മക്കളും മരുമക്കളും ഈ ഒരു കുടുംബത്തിൽ സന്തോഷത്തോടുകൂടി തന്നെ ജീവിക്കുന്നു, ഇനി മാറേണ്ടത് നീയാണ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ചന്ദ്ര പറയുന്നുണ്ട് ഞാനെന്ത് മാറാനാ, എനിക്കെന്താ കുഴപ്പം, ഞാൻ എൻ്റെ 2 മരുമക്കളെ പൊന്നുപോലെ നോക്കും എന്നൊക്കെ ചന്ദ്ര പറയുമ്പോഴത്തേക്കും ദാ ഈ ഒരു കാഴ്ചപ്പാടാണ് നിന്റെ മാറേണ്ടത്, നീ എന്താ 2 മരുമക്കളെ മാത്രം പറയുന്നത്, രേവതി എന്താ നിന്റെ മരുമകളല്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ. എന്നാൽ എന്നത്തെ പോലെ തന്നെ രേവതിയെ അംഗീകരിക്കാൻ ചന്ദ്ര തയ്യാറാവുന്നില്ല, ചന്ദ്ര എന്നും ചന്ദ്ര തന്നെ ആയിരിക്കും എന്നൊരു ഡയലോഗും. അപ്പോൾ ഈ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.